സാമൂഹിക ക്ഷേമ പെൻഷൻ കൊടുക്കാൻ സർക്കാരിൻ്റെ ഖജനാവിൽ കാശില്ല. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്ന ആശാ വർക്കർക്ക് മാന്യമായ വേതനം നൽകാനും കാശില്ല. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും മുടങ്ങിയ DA നൽകാനും സർക്കാരിൻ്റെ കയ്യിൽ കാശില്ല. എന്ത് ചോദിച്ചാലും നമ്മുടെ കയ്യിൽ കാശില്ല, കേന്ദ്രമൊന്നും തരുന്നില്ല എന്നുള്ള പല്ലവിയാണ് ധനമന്ത്രി KN ബാലഗോപാൽ ആവർത്തിക്കുന്നത്. ഇപ്പോഴത്തെ ഇതിനെല്ലാം പരിഹാരം കണ്ടെത്തിക്കൊണ്ട് ശമ്പളവും ആനുകൂല്യവും കുത്തനെ വർദ്ധിപ്പിക്കുകയാണ് കേരള സർക്കാർ. പക്ഷേ ഇതെല്ലാം വർദ്ധിപ്പിക്കുന്നത് കേരളത്തിലെ അടിസ്ഥാന തൊഴിലാളി വർഗത്തെ പ്രതിനിധാനം ചെയ്യുന്ന ആശാ വർക്കർക്കോ ക്ഷേമ പെൻഷൻ വാങ്ങി ജീവിതം മുന്നോട്ട് നയിക്കുന്നവർക്കോ സർക്കാർ ജീവനക്കാരുടെയോ അല്ല, മറിച്ച് ദാരിദ്ര്യം അനുഭവിക്കുന്ന എന്തിനു കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നുവെന്ന് ഒരു ഐഡിയയുമില്ലാത്ത ഒരു കൂട്ടം PSC ബോർഡ് അംഗങ്ങളുടെയും എന്തിനോ വേണ്ടി ഡൽഹിയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന KV തോമസ് എന്ന സർക്കാർ പ്രതിനിധിയുടെയുമാണ്. ആദ്യം KV തോമസിനെ കുറിച്ച്. അദ്ദേഹത്തിൻ്റെ യാത്രാബദ്ധ ഉയർത്താനാണ് നിർദ്ദേശം വന്നിരിക്കുന്നത്. പ്രതിവർഷത്തെ തുക 11,31,000 പൊതുഭരണ വകുപ്പിൻ്റെ ശുപാർശ. ബുധനാഴ്ച ചേർന്ന സബ്ജക്റ്റ് കമ്മിറ്റി യോഗത്തിലാണ് വിഷയം വന്നത്. വെറും 5 ലക്ഷം രൂപയാണ് സംസ്ഥാന ബജറ്റിൽ KV തോമസിന് യാത്രാബദ്ധയായി അനുവദിക്കുന്നതെന്നും അത് ചായ കുടിക്കാൻ പോലും തികയുന്നില്ലെന്നും അതിനാൽ തുച്ഛമായ 11,31,000 തന്നേ പറ്റുമെന്നാണ് ധനവകുപ്പിനോട് പൊതുഭരണ വകുപ്പിൻ്റെ പ്രോട്ടോകോൾ വിഭാഗം ശുപാർശ ചെയ്തിരിക്കുന്നത്. ഓണറേറിയം ഇനത്തിൽ പ്രതിവർഷം KV തോമസിന് ലക്ഷക്കണക്കിന് രൂപ വേറെയും ലഭിക്കുന്നുണ്ട്. ഇതിനു പുറമെയാണ് യാത്രാബദ്ധ ഇരട്ടിയാക്കാനുള്ള നിർദ്ദേശം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് കോൺഗ്രസുമായി ഇടഞ്ഞ് CPMനൊപ്പം കൂടിയ KV തോമസിനെ 2023 ജനുവരിയിലാണ് ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിയായി നിയോഗിച്ചത്. 5 ജീവനക്കാരാണ് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിലുള്ളത്. പ്രൈവറ്റ് സെക്രട്ടറി, അസിസ്റ്റന്റ്, ഓഫീസ് അറ്റൻഡന്റ്, ഡ്രൈവർ എന്നിങ്ങനെയാണ് നിയമനം. സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി 12,50,000 രൂപ KV തോമസിന് ഓണറേറിയം നൽകിയതും ആരോപണത്തിന് ഇടയാക്കിയിരുന്നു. ക്യാബിനറ്റ് റാങ്ക് നൽകിയുള്ള KV തോമസിന്റെ നിയമനം അനാവശ്യ ചെലവാണെന്ന് പ്രതിപക്ഷം നിരന്തരം ആരോപണം ഉയർത്തിയിരുന്നു. ഇനി രാഷ്ട്രീയ നിയമനം നേടിയ PSC ചെയർമാനും 21 അംഗങ്ങൾക്കും വെറും 1.5 ലക്ഷത്തോളം രൂപയുടെ ശമ്പള വർധനവാണ് സർക്കാർ നടപ്പിലാക്കിയത്. ശമ്പളവും ആനുകൂല്യവും പരിഷ്കരിക്കാൻ മന്ത്രിസഭാ യോഗമാണ് തീരുമാനമെടുത്തത്. കോമഡി എന്തെന്നാൽ ചെയർമാന് ജില്ലാ ജഡ്ജിയുടെ സൂപ്പർ ടൈം സ്കെയിലിലെ പരമാവധി തുകയ്ക്ക് തുല്യം ലഭിക്കും. അംഗങ്ങൾക്ക് ജില്ലാ ജഡ്ജിമാരുടെ സെക്ഷൻസ് ഗ്രേഡ് തസ്തികയിലെ പരമാവധി തുകയ്ക്കും തുല്യവും. സർക്കാരിന് വെറും 4.5 കോടിയിലേറെ രൂപയുടെ അധിക ബാധ്യത മാത്രമേ ഇതുണ്ടാക്കുന്നുള്ളൂ. നിലവിൽ 2,24,000 രൂപയാണ് ചെയർമാൻ്റെ ശമ്പളം. ഇത് 3,81,000 ആകും. അംഗങ്ങളുടേത് 2,19,000 രൂപയിൽ നിന്നും 3,73,000 ആകും. അതുകൂടാതെ 31,000 രൂപ വീട്ടുവാടക, വാഹനബദ്ധ 10,000 രൂപ എന്നിങ്ങനെ പോകുന്നു കണക്കുകൾ. ഇനി മുൻ ചെയർമാന് നിലവിലെ പെൻഷനായ 1,21,000 ഇരട്ടിച്ച് 2,50,000 ആകും. അംഗങ്ങളുടേത് 1,20,000 നിന്നും 2,21,000 ആകും. അതിനിടെ ഈ ശമ്പള വർധനവിനെക്കുറിച്ച് പ്രതികരണവുമായി മുൻ മന്ത്രിയും CPM നേതാവുമായ G. സുധാകരൻ രംഗത്ത് വന്നു. ഓരോ വിഭാഗത്തിൻ്റെയും അടിസ്ഥാന ആവശ്യങ്ങൾ പരിഗണിച്ച് വേണം ശമ്പള വർധനവ് കൊടുക്കേണ്ടതെന്നും തൻ്റെ പെൻഷൻ PSC ചെയർമാൻ്റെ ശമ്പളത്തിൻ്റെ 11ൽ 1 മാത്രമാണെന്നും അത് വർദ്ധിപ്പിക്കണമെന്ന് തനിക്ക് ആഗ്രഹമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ശമ്പളം കൂട്ടിക്കൊടുക്കുന്നതിൽ ആക്ഷേപമില്ലെന്നും അക്കാര്യങ്ങളെല്ലാം ക്യാബിനറ്റ് തീരുമാനിച്ചതാണെന്നും G. സുധാകരൻ കൂട്ടിച്ചേർത്തു. താഴ്ന്ന വരുമാനമുള്ളവർക്ക് കൂടി കുറച്ച് ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുക്കണം. അതാണ് സാമൂഹിക നീതി. അതുതന്നെയാണ് ഭരണഘടന പറയുന്നതും. മുട്ടിലിഴയുന്ന ഒരു കൂട്ടരും മനുകുടീരത്തിലിരിക്കുന്ന ഒരാളും ഉണ്ടാകരുത്. യഥാർത്ഥ ഇടതുപക്ഷ ഗവൺമെൻറ് പാവപ്പെട്ടവനെതിരായി നിലപാടെടുക്കില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മറ്റ് സംസ്ഥാനങ്ങളിലെ സേവന വേതന വ്യവസ്ഥ പരിഗണിച്ചാണ് സർക്കാർ ന്യായം പറയുന്നത്. പക്ഷേ കേരളത്തിൽ മാത്രമേ PSCക്ക് ഇത്രയും അംഗങ്ങളുള്ളൂ. തമിഴ്നാട്ടിൽ 14, കർണാടകത്തിൽ 13, UPയിൽ 6 എന്നിങ്ങനെയാണ് അംഗങ്ങൾ. എന്തായാലും PSC അംഗങ്ങളുടെ ശമ്പളം വർദ്ധിപ്പിക്കുന്നതിലൂടെ PSCയിൽ നിലവിൽ സ്തംഭിച്ചിരിക്കുന്ന എല്ലാ നിയമനങ്ങളും നികത്തപ്പെടും. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇനി ഒരു ഉദ്യോഗാർത്ഥികൾക്കും പട്ടിണി സമരം നടത്തേണ്ടി വരില്ല. കേരളത്തിലെ മുഴുവൻ ചെറുപ്പക്കാർക്കും ഇതോടെ PSCയിൽ ജോലി ലഭിക്കും. ഇനി സാമൂഹിക ക്ഷേമ പെൻഷൻകാരുടെയും പെൻഷൻ വർധനവ് സഹിതം മുടങ്ങിക്കിടക്കുന്ന മറ്റ് പെൻഷൻകാരുടെയും പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടും. എന്തായാലും തൊഴിലാളികളെയും പട്ടിണിപ്പാവങ്ങളെയും ഉദ്ധരിച്ച് സ്വന്തം ജീവിതവും കുടുംബവും പോലും ത്യജിച്ച് പട്ടിണി കിടന്നുവന്ന ഈ അംഗങ്ങൾക്ക് തുച്ഛമായ ഈ വേതനം കൊടുക്കുന്നതോടുകൂടി കേരളം നേരിടുന്ന സാമ്പത്തിക പരാധീനതകൾ മുഴുവനും മാറും. പട്ടിണി ഇല്ലാതെയാകും. പ്രതിസന്ധിയിൽ ഉലയുന്ന സഹകരണ മേഖല കരകയറും. രാപ്പകൽ വ്യത്യാസമില്ലാതെ പണിയെടുക്കുന്ന ആശാ വർക്കർക്ക് ന്യായമായ ഓണറേറിയം കിട്ടും. അപ്പോൾ പ്രശ്നങ്ങളെല്ലാം പരിസമാപ്തിയാകും. അപ്പോൾ എല്ലാവർക്കും ലാൽ സലാം.